പാക് അഫ്ഗാൻ സംഘർഷം രൂക്ഷമാകുന്നുവെന്ന് അതിർത്തിയിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പാകിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാൻ വ്യോമാക്രമണം തുടങ്ങിയെന്നും വാർത്ത. സ്പിൻവാം സൈനിക ബേസിൽ തീപിടുത്തമുണ്ടായി. ബൽറാം നെടുങ്കാടി ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. കടുത്ത യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും? വെരി ഗുഡ് മോർണിംഗ് SKN. യുദ്ധസമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഉള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കല്പിക അതിർത്തി രേഖയായ ഡ്യൂറൻഡ് രേഖ കഴിഞ്ഞ 48 മണിക്കൂറുകളിലധികമായി അതീവ സംഘർഷഭരിതമാണ്. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം വൈകിട്ടും അഫ്ഗാനിസ്ഥാന് നേരെ തുടർച്ചയായി ആക്രമണം നടത്തിയിരിക്കുന്നു. കോസ്റ്റ്, പക്തിക എന്നീ 2 പ്രവിശ്യകളിലായി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 19 പേർ കൊല്ലപ്പെട്ടുവെന്നും 23 പേർ പരിക്കേറ്റു എന്നുമാണ് അഫ്ഗാനിസ്ഥാൻ അറിയിക്കുന്നത്. ജനവാസ മേഖലയ്ക്ക് നേരെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായത് എന്നും അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം അറിയിക്കുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാൻ പ്രതികാര നടപടികളും ആരംഭിച്ചിരിക്കുന്നു. ഈ പാകിസ്ഥാനിലെ ഖൈബർ പത്തുങ്ക മേഖലയിലുള്ള അഫ്ഗാൻ അതിർത്തി ക്യാമ്പുകളിൽ നിന്നും അഫ്ഗാൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നു. 79 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അവരെ ഉടൻ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയക്കും എന്നാണ് അറിയിക്കുന്നത് പാകിസ്ഥാൻ. അതേസമയം തിരിച്ചടിക്കാൻ ഉള്ള തീരുമാനത്തിൽ തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ഉള്ളത്. ഇന്ന് പുലർച്ചെ അഫ്ഗാൻ സമയം 3 മണിയോടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യോമാക്രമണം, ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ മിറാൻ ഷയിലെ സൈനിക ക്യാമ്പിന് നേരെ അഫ്ഗാനിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്പിൻവാൻ ബേസിൽ ഈ അഫ്ഗാനിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം ഉണ്ടായതായും സ്ഥിരീകരണമുണ്ട്. ഖൈബർ പത്തുങ്കയിലെ വടക്കൻ വസീറസ്ഥാനിലെയും അഫ്ഗാൻ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയതായി അഫ്ഗാൻ സൈനിക വക്താവ് അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അതീവ സംഘർഷഭരിതമായി തന്നെ സാഹചര്യം തുടരുമ്പോൾ തുർക്കിയും സൗദി അറേബ്യയും ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. 2 രാജ്യങ്ങളുമായും ഈ 2 രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ ഇതിനകം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.